ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ വൈബ് ആൻഡ് സ്പേസിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ചൊരു കൂണ് കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പാത്രം നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ തീ കൂട്ടി വെക്കരുത്, ചെറിയ തീയിലിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുക. അപ്പോൾ നമുക്ക് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 5 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചെറിയ തീയിൽ തന്നെ വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാൻ. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജീരകമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി തയ്യാറാക്കി വെച്ച് കൂണ് മുഴുവനും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 3 പച്ചമുളക് നെടുവേ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂണൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് മുഴുവനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയം ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കണേ. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. കടുക് താളിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിലൊക്കെ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നോടം വരെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ.